ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ നോക്കാം. കർത്താവ് എത്ര പേരെ തിരഞ്ഞെടുത്താണ് താൻ പോകുവാനിരുന്ന പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചത്? കർത്താവ് എത്ര പേരെ തിരഞ്ഞെടുത്താണ് താൻ പോകാനിരുന്ന പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചത്? 73, 70, 72. ഉത്തരം 72. കർത്താവ് 72 പേരെ തിരഞ്ഞെടുത്ത് എങ്ങോട്ടാണ് 2 പേരായി തനിക്ക് മുമ്പേ അയച്ചത്? കർത്താവ് 72 പേരെ തിരഞ്ഞെടുത്ത് എങ്ങോട്ടാണ് 2 പേരായി തനിക്ക് മുമ്പേ അയച്ചത്? ഓപ്ഷൻ എ, താൻ പോകാനിരുന്ന പട്ടണങ്ങളിലേക്ക്. ഓപ്ഷൻ ബി, താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും. ഓപ്ഷൻ സി, എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും. ഉത്തരം താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും. കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ ആരോട് പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് 72 പേരോട് പറഞ്ഞത്? കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ ആരോട് പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് 72 പേരോട് പറഞ്ഞത്? കൊയ്ത്തിൻ്റെ നാഥനോട്, ദൈവത്തോട്, കൊയ്ത്തിൻ്റെ നാഥനായ ദൈവത്തോട്. ഉത്തരം കൊയ്ത്തിൻ്റെ നാഥനോട്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആരെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആരെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ആടുകളെ, കുഞ്ഞാടുകളെ, ചെമ്മരിയാടുകളെ. ഉത്തരം കുഞ്ഞാടുകളെ. വഴിയിൽ വെച്ച് എന്ത് ചെയ്യരുത് എന്നാണ് കർത്താവ് 72 പേരോട് പറഞ്ഞത്? വഴിയിൽ വെച്ച് എന്ത് ചെയ്യരുത് എന്നാണ് കർത്താവ് 72 പേരോട് പറഞ്ഞത്? ആരെയും അഭിവാദനം ചെയ്യരുത്, സമാധാനം ആശംസിക്കരുത്, സ്വീകരിക്കാത്തവരെ അഭിവാദനം ചെയ്യരുത്. ഉത്തരം ആരെയും അഭിവാദനം ചെയ്യരുത്. ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ എന്ത് ചെയ്യുവാനാണ് കർത്താവ് അവരോട് പറഞ്ഞത്? ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ എന്ത് ചെയ്യുവാനാണ് കർത്താവ് അവരോട് പറഞ്ഞത്? അഭിവാദനം ചെയ്യണം, ഈ വീടിന് സമാധാനം എന്ന് ആശംസിക്കണം, സമാധാനം ആശംസിക്കണം. ഉത്തരം ഈ വീടിന് സമാധാനം എന്ന് ആശംസിക്കണം. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്താൽ എന്തെല്ലാം അവിടെ ചെയ്യുവാനാണ് കർത്താവ് 72 പേരോട് പറഞ്ഞത്? ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്താൽ എന്തെല്ലാം അവിടെ ചെയ്യുവാനാണ് കർത്താവ് 72 പേരോട് പറഞ്ഞത്? ഓപ്ഷൻ എ, രോഗികളെ സുഖപ്പെടുത്തുവാനും പിശാചുകളെ പുറത്താക്കാനും. ഓപ്ഷൻ ബി, പിശാചുകളെ പുറത്താക്കാനും വിളമ്പുന്നത് ഭക്ഷിക്കുവാനും. ഓപ്ഷൻ സി, വിളമ്പുന്നത് ഭക്ഷിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും. ഉത്തരം വിളമ്പുന്നത് ഭക്ഷിക്കാനും രോഗികളെ സുഖപ്പെടുത്തുവാനും. തങ്ങളെ സ്വീകരിക്കുന്നവരോട് എന്ത് പറയുവാനാണ് കർത്താവ് 72 പേരോട് പറഞ്ഞത്? തങ്ങളെ സ്വീകരിക്കുന്നവരോട് എന്ത് പറയുവാനാണ് കർത്താവ് 72 പേരോട് പറഞ്ഞത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന്, ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന്. ഉത്തരം ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന്. 72 പേരെ സ്വീകരിക്കാത്ത നഗരത്തിലുള്ളവരോട് നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു എന്ന് എവിടെ ഇറങ്ങി നിന്ന് പറയുവാനാണ് കർത്താവ് 72 പേരോട് പറഞ്ഞത്? 72 പേരെ സ്വീകരിക്കാത്ത നഗരത്തിലുള്ളവരോട് നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു എന്ന് എവിടെ ഇറങ്ങി നിന്ന് പറയുവാനാണ് കർത്താവ് 72 പേരോട് പറഞ്ഞത്? നഗരത്തിൽ, നഗര കവാടത്തിൽ, തെരുവിൽ. ഉത്തരം തെരുവിൽ.
കൊറാസീനിലും ബേത്സയിദായിലും നടന്ന അത്ഭുതങ്ങൾ എവിടെയെല്ലാം നടന്നിരുന്നുവെങ്കിലാണ് അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും അനുതപിക്കുമായിരുന്നത്. കൊറാസീനിലും ബേത്സയിദായിലും നടന്ന അത്ഭുതങ്ങൾ എവിടെയെല്ലാം നടന്നിരുന്നുവെങ്കിലാണ് അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും അനുതപിക്കുമായിരുന്നത്. ടൈറിലും സീദോനിലും സോദോം ഗൊമോറായിൽ. ഉത്തരം ടൈറിലും സീദോനിലും. നീ പാതാളത്തോളം താഴ്ത്തപ്പെടും എന്ന് കർത്താവ് ഏത് നഗരത്തെക്കുറിച്ചാണ് പറഞ്ഞത്? നീ പാതാളത്തോളം താഴ്ത്തപ്പെടും എന്ന് കർത്താവ് ഏത് നഗരത്തെക്കുറിച്ചാണ് പറഞ്ഞത്? ബേത്സയിദ, കൊറാസീൻ, കഫർനാം. ഉത്തരം കഫർനാം. എന്നെ നിരസിക്കുന്നവൻ ആരെ നിരസിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത്? എന്നെ നിരസിക്കുന്നവൻ ആരെ നിരസിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത്? സ്വർഗസ്ഥനായ പിതാവിനെ, എന്നെ അയച്ചവനെ, പിതാവിനെ. ഉത്തരം എന്നെ അയച്ചവനെ. കർത്താവെ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്ന് 72 പേരും തിരിച്ചു വന്ന് എങ്ങനെയാണ് കർത്താവിനോട് പറഞ്ഞത്? കർത്താവെ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്ന് 72 പേരും തിരിച്ചു വന്ന് എങ്ങനെയാണ് കർത്താവിനോട് പറഞ്ഞത്? സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ, ആനന്ദത്തോടെ. ഉത്തരം സന്തോഷത്തോടെ. ആര് സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് ഈശോ പറഞ്ഞത്? ആര് സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് ഈശോ പറഞ്ഞത്? പിശാച്, സാത്താൻ, പിശാചുക്കൾ. ഉത്തരം സാത്താൻ. സാത്താൻ സ്വർഗത്തിൽ നിന്ന് എങ്ങനെ നിപതിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് ഈശോ പറഞ്ഞത്? സാത്താൻ സ്വർഗത്തിൽ നിന്ന് എങ്ങനെ നിപതിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് ഈശോ പറഞ്ഞത്? മിന്നൽ പോലെ, പാമ്പുകളെ പോലെ, ഇടിമിന്നൽ പോലെ. ഉത്തരം ഇടിമിന്നൽ പോലെ. പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് എന്തിൽ സന്തോഷിക്കുവാനാണ് ഈശോ 72 പേരോട് പറഞ്ഞത്? പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് എന്തിൽ സന്തോഷിക്കുവാനാണ് ഈശോ 72 പേരോട് പറഞ്ഞത്? ഓപ്ഷൻ എ, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്നതിൽ. ഓപ്ഷൻ ബി, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ. ഓപ്ഷൻ സി, നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനെ അനുസരിക്കുന്നു എന്നതിൽ. ഉത്തരം നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ. പുത്രൻ ആരെന്ന് ഗ്രഹിക്കുന്നത് ആര്? പുത്രൻ ആരെന്ന് ഗ്രഹിക്കുന്നത് ആര്? പിതാവ്, ശിഷ്യന്മാർ, സ്ലീഹന്മാർ. ഉത്തരം പിതാവ്. പിതാവ് ആരെന്ന് ഗ്രഹിക്കുന്നത് ആര്? പിതാവ് ആരെന്ന് ഗ്രഹിക്കുന്നത് ആര്? പുത്രൻ, പുത്രനും ശിഷ്യന്മാരും, പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനും. ഉത്തരം പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനും. ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെച്ച് ആർക്ക് വെളിപ്പെടുത്തിയതിനെക്കുറിച്ചാണ് യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്? ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെച്ച് ആർക്ക് വെളിപ്പെടുത്തിയതിനെക്കുറിച്ചാണ് യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്? കുട്ടികൾക്ക്, ശിഷ്യർക്ക്, ശിശുക്കൾക്ക്. ഉത്തരം ശിശുക്കൾക്ക്. നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്ന് യേശു ആരോട് മാത്രമായാണ് പറഞ്ഞത്? നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്ന് യേശു ആരോട് മാത്രമായാണ് പറഞ്ഞത്? ശിശുക്കളോട് മാത്രമായി, ജനങ്ങളോട് മാത്രമായി, ശിഷ്യന്മാരോട് മാത്രമായി. ഉത്തരം ശിഷ്യന്മാരോട് മാത്രമായി. ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? നിയമജ്ഞൻ, ഫരിസേയൻ, നിയമജ്ഞരും ഫരിസേയരും. ഉത്തരം നിയമജ്ഞൻ.
ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് നിയമജ്ഞൻ യേശുവിനോട് ചോദിച്ചത് എന്തിനു വേണ്ടിയാണ്? ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് നിയമജ്ഞൻ യേശുവിനോട് ചോദിച്ചത് എന്തിനു വേണ്ടിയാണ്? നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടി, യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി, യേശുവിൽ കുറ്റം കണ്ടെത്തുന്നതിന്. ഉത്തരം: യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി. അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അധ്യായവും വാക്യവും എഴുതുക. അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അധ്യായവും വാക്യവും എഴുതുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:27, വിശുദ്ധ ലൂക്ക 9:27, വിശുദ്ധ ലൂക്ക 10:28. ഉത്തരം: വിശുദ്ധ ലൂക്ക 10:27. നിയമജ്ഞൻ എന്താഗ്രഹിച്ചാണ് യേശുവിനോട് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിച്ചത്? നിയമജ്ഞൻ എന്ത് ആഗ്രഹിച്ചാണ് യേശുവിനോട് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിച്ചത്? തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച്, യേശുവിനെ പരീക്ഷിക്കാൻ ആഗ്രഹിച്ച്, തന്നെ വിനീതനാക്കാൻ ആഗ്രഹിച്ച്. ഉത്തരം: തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച്. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യൻ എവിടെ നിന്ന് എവിടേക്ക് പോവുകയായിരുന്നു? നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യൻ എവിടെ നിന്ന് എവിടേക്ക് പോവുകയായിരുന്നു? ജെറീക്കോയിൽ നിന്ന് ജെറുസലേമിലേക്ക്, ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക്, ജെറുസലേമിൽ നിന്ന് സമരിയായിലേക്ക്. ഉത്തരം: ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക്. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ പ്രഹരമേറ്റ മനുഷ്യൻ്റെ മറുവശത്തുകൂടെ കടന്നുപോയത് ആര്? നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ പ്രഹരമേറ്റ മനുഷ്യൻ്റെ മറുവശത്തുകൂടെ കടന്നുപോയത് ആര്? ലേവായൻ, സമരിയാക്കാരൻ, പുരോഹിതൻ. ഉത്തരം: പുരോഹിതൻ. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ പ്രഹരമേറ്റ മനുഷ്യനെ കണ്ടിട്ടും ശ്രദ്ധിക്കാതെ രണ്ടാമതായി കടന്നുപോയത് ആര്? നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ പ്രഹരമേറ്റ മനുഷ്യനെ കണ്ടിട്ടും ശ്രദ്ധിക്കാതെ രണ്ടാമതായി കടന്നുപോയത് ആര്? ലേവായൻ, സമരിയാക്കാരൻ, പുരോഹിതൻ. ഉത്തരം: ലേവായൻ. പ്രഹരമേറ്റ മനുഷ്യനെ കണ്ട് മനസ്സലിഞ്ഞത് ആർക്ക്? പ്രഹരമേറ്റ മനുഷ്യനെ കണ്ട് മനസ്സലിഞ്ഞത് ആർക്ക്? ലേവായന്, സമരിയാക്കാരന്, പുരോഹിതന്. ഉത്തരം: സമരിയാക്കാരന്. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യന് മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് എന്ന ഈശോയുടെ ചോദ്യത്തിന് നിയമജ്ഞൻ പറഞ്ഞ മറുപടി എന്ത്? കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യന് മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് എന്ന ഈശോയുടെ ചോദ്യത്തിന് നിയമജ്ഞൻ പറഞ്ഞ മറുപടി എന്ത്? അവനെ ശുശ്രൂഷിച്ചവൻ, അവനോട് കരുണ കാണിച്ചവൻ, സമരിയാക്കാരൻ. ഉത്തരം: അവനോട് കരുണ കാണിച്ചവൻ. നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് ഈശോ പറഞ്ഞത് ആരോട്? നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് ഈശോ പറഞ്ഞത് ആരോട്? ഇവിടെ അധ്യായവും വാക്യവും വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യത്തിലെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഫരിസേയനോട്, ശിഷ്യന്മാരോട്, നിയമജ്ഞനോട്. ഉത്തരം: നിയമജ്ഞനോട്. മർത്തായുടെ സഹോദരിയുടെ പേരെന്ത്? മർത്തായുടെ സഹോദരിയുടെ പേരെന്ത്? മറിയം, യോവാന, മഗ്ദലന മറിയം. ഉത്തരം: മറിയം. കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് യേശുവിൻ്റെ പാദത്തിങ്കൽ ഇരുന്നത് ആര്? കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് യേശുവിൻ്റെ പാദത്തിങ്കൽ ഇരുന്നത് ആര്? മർത്ത, മഗ്ദലന മറിയം, മറിയം.
ഉത്തരം മറിയം. പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നത് ആര്? പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നത് ആര്? മർത്ത, മഗ്ദലന മറിയം, മറിയം. ഉത്തരം മർത്ത. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 41-ാം വാക്യത്തിൽ യേശു 2 പ്രാവശ്യം പേര് വിളിക്കുന്നത് ആരെ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 41-ാം വാക്യത്തിൽ യേശു 2 പ്രാവശ്യം പേര് വിളിക്കുന്നത് ആരെയാണ്? പത്രോസ്, മർത്ത, യോഹന്നാൻ. ഉത്തരം മർത്ത. അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്ന് ഈശോ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്ന് ഈശോ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? മർത്തായെക്കുറിച്ച്, മറിയത്തെക്കുറിച്ച്, മഗ്ദലന മറിയത്തെക്കുറിച്ച്. ഉത്തരം മറിയത്തെക്കുറിച്ച്. അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്ന് ഈശോ ആരോടാണ് പറഞ്ഞത്? അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്ന് ഈശോ ആരോടാണ് പറഞ്ഞത്? ശിഷ്യന്മാരോട്, മർത്തായോട്, നിയമജ്ഞനോട്. ഉത്തരം മർത്തായോട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? 41, 62, 42. ഉത്തരം 42. ഞാനിതുവരെ ലോഗോസ് ക്വിസ് 2024 ബന്ധപ്പെട്ട് ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലോഗോസ് ക്വിസിന് പഠിക്കുവാൻ സഹായകമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.